കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികളെ ലഹരി വിതരണത്തിൻ്റെയും ലഹരിയുടെ അടിമയുമാക്കിയ പ്രധാന അച്ചുതണ്ടായ തൊണ്ടി മുതലോടെ സ്വയം പിടിക്കപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്ന തന്ത്രശാലിയാണ് ലഹരി മാഫിയയുടെ തലവനായ ലാവ സമീർ. പോലീസിന്റെ റൗഡി ഹിസ്റ്ററി ഷീറ്റിൽ ഇടം പിടിച്ച ക്രിമിനലാണ് ലാവ സമീർ. നമസ്കാരം. കാസർഗോഡ് ജില്ലയെ പിടിച്ചു കുലുക്കിയ കുമ്പള കഞ്ചാവ് വേട്ടയിലെ അണിയറ കഥകൾ പുറത്തു വരുമ്പോൾ തകരുന്നത് വൻ ലഹരി സാമ്രാജ്യത്തിൻ്റെ അടിവേരുകളാണ്. പിടികൂടാൻ ചെന്നാൽ പാമ്പിനെ പോലെ വഴുതിമാറുന്ന കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികളെ ലഹരി വിതരണത്തിൻ്റെയും ലഹരിയുടെ അടിമയുമാക്കിയ പ്രധാന അച്ചുതണ്ടായ അജാനൂർ തെക്കേപ്പുറം സ്വദേശി ലാവ സമീർ എന്ന TM സമീർ എന്ന 39 വയസ്സുകാരൻ, ഇയാളുടെ നിഴലായി പ്രധാന കൂട്ടാളിയായ ജംഷീർ എന്നിവരാണ് ഒടുവിൽ പോലീസിന്റെ സാഹസികമായ മിന്നൽ ഓപ്പറേഷനിൽ വലയിലായത്. കുമ്പള ഇൻസ്പെക്ടർ ബൈജു കെ ജോസും പാർട്ടിയും നടത്തിയ തന്ത്രപരമായ നീക്കമാണ് അണിയറയിലിരുന്ന് കുരുക്കൾ നീക്കുന്ന ഈ വമ്പൻ സ്രാവുകളെ നിയമത്തിന്റെ മുന്നിലെത്തിച്ചത്. തൊണ്ടി മുതലോടെ സ്വയം പിടിക്കപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്ന തന്ത്രശാലിയാണ് ലഹരി മാഫിയയുടെ തലവനായ ലാവ സമീർ. ദിവസങ്ങൾക്ക് മുമ്പ് നാമമാത്രമായ കഞ്ചാവുമായി എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയിരുന്നെങ്കിലും അന്ന് അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള അളവ് കയ്യിലില്ലാത്തതിനാൽ നിയമത്തിന്റെ ലൂപ്പ് ഹോള് ഉപയോഗപ്പെടുത്തി നോട്ടീസും വാങ്ങി വീട്ടിലേക്ക് പോയ കക്ഷിയാണ് ലാവ സമീർ. താൻ സുരക്ഷിതമാണെന്ന് സമീർ കരുതിയെങ്കിലും ലഹരിയുടെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ അന്വേഷണം വിട്ടുവീഴ്ചയില്ലാത്തതായിരുന്നു. 32 കിലോ കേസിലെ 2ാം പ്രതിയായ മുഹമ്മദ് മിർഷാനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസായി ചോദ്യം ചെയ്തപ്പോൾ ഈ അന്വേഷണത്തിന് വലിയ വഴിത്തിരിവായി മാറി. കഞ്ചാവ് കടത്തിന് പണം മുടക്കിയ 3ഉം 4ഉം പ്രതികളായ ജംഷീറും ലാവ സമീറുമാണെന്ന് പോലീസ് കൃത്യമായി സ്ഥിരീകരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച ശേഷം 12ാം തീയതി അർദ്ധരാത്രിയോടെ ഇവരുടെ രഹസ്യ താവളം വളഞ്ഞ് പോലീസ് സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും 13ാം തീയതി രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. പോലീസിന്റെ റൗഡി ഹിസ്റ്ററി ഷീറ്റിൽ ഇടം പിടിച്ച ക്രിമിനലാണ് ലാവ സമീർ. ഇയാൾക്ക് പിന്നിൽ അഭിഭാഷകരും ജാമ്യം നിൽക്കാൻ ആളുകളുമുള്ള വൻ ഗ്യാങ് തന്നെ ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കേസ് വരുമ്പോൾ കോടതിയിൽ ഇവർക്ക് ആവശ്യമായ നിയമസഹായങ്ങൾ ഒരുക്കുന്നത് ഒരു കള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ലാവ സമീർ എന്നുള്ളത് വെറും കഞ്ചാവ് കേസിലെ പ്രതി മാത്രമല്ല, നിരവധി വധശ്രമ കേസുകളിലെ പ്രതിയാണ്. മതവിദ്വേഷം വളർത്താൻ ശ്രമിച്ചതിന്റെ പ്രതിയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അടിപിടി കേസുകൾ, പാസ്പോർട്ട് ആക്ട് ലംഘനം തുടങ്ങി ഹോസ്ദുർഗ, വിദ്യാനഗർ, രാജപുരം, ബദിയടുക്ക സ്റ്റേഷനുകളിലായി 15ഓളം കേസുകൾ ഇയാൾക്കെതിരെയായിട്ട് മാത്രമുണ്ട്. 3ാം പ്രതിയായ ജംഷീർ ആകട്ടെ ഹോസ്ദുർഗയിലും വെള്ളരിക്കുണ്ടിലും ലഹരി വിരുദ്ധ നിയമപ്രകാരമുള്ള NDPS കേസുകളിൽ പ്രതിയാണ്. ലഹരി കേസിന്റെ ഉറവിടം അന്വേഷിച്ചു പോയി അതിന്റെ തലവനെ തന്നെ തളച്ച കുമ്പള പോലീസിന്റെ പഴുതടിച്ച അന്വേഷണ മികവിന് കാസർഗോഡ് ജില്ല ഒന്നടങ്കം കൈയടിക്കുകയാണ്.